സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമദാനിന് ശേഷം ഏതാനും ദിവസങ്ങളാണ് നമ്മളോട് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഇന്ന് അറഫ, ഷവ്വാൽ 7 ഇന്ന്. വളരെ ചെറിയ ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. നമ്മൾ ഇന്നിരുന്ന് ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റമദാനിന് ശേഷം എന്താണ് നമ്മുടെ അവസ്ഥ എന്നതാണ്. റമദാനുമായി നമ്മൾ നമ്മുടെ ദിവസങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ നഫ്സിനോട് ചോദിക്കണം. ഒരുപാട് ദിവസം നമ്മൾ നീണ്ട നമസ്കാരങ്ങളിലും ഖിയാമിലും ഖുർആൻ പാരായണത്തിലും നോമ്പിലും ദിക്റിലും ദുആയിലും സദഖയിലും കുടുംബബന്ധം ചേർത്തലിലും ഒക്കെ ആയിരുന്നു. നമ്മൾ വല്ലാതെ ആസ്വദിക്കുകയായിരുന്നു. ഈമാനിൻ്റെ രുചി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സത്യത്തിൽ നമ്മൾ ആ രുചി നോമ്പിലൂടെ ആസ്വദിക്കുകയായിരുന്നു. പലപ്പോഴും കണ്ണുനീരിൻ്റെ മധുരം നമ്മൾ ആസ്വദിച്ചു ഈ റമദാനിൽ. അള്ളാഹുവുമായി സുഹൂർ സമയങ്ങളിൽ, അത്താഴ സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവുമായി മൗനമായി സംസാരിച്ചു. അള്ളാഹു നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ അനുഭവിച്ചു. നമ്മളെ നമസ്കാരങ്ങളൊക്കെ ഭയങ്കരമായിരുന്നു. ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജുഇലത് ഖുർറത്തു ഐനി ഫി സ്വലാ എന്ന് പറഞ്ഞല്ലോ. എൻ്റെ കൺകുളിർമ എൻ്റെ സ്വലാത്തിലാണ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ കൺകുളിർമ നമ്മുടെ സ്വലാത്തിൽ നമുക്കുണ്ടായി. നോമ്പിൻ്റെ രുചി നമ്മൾ ആസ്വദിച്ചു. പലപ്പോഴും ദാരിദ്ര്യം ഭയക്കാതെ നമ്മൾ സദഖ ചെയ്തു. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ദിവസങ്ങളായിരുന്നു. ഈ ദിവസങ്ങളൊക്കെ നമ്മളോട് വിട പറഞ്ഞു. ഇങ്ങനെയാണ് സത്യത്തിൽ കാലത്തിൻ്റെ അവസ്ഥ. കാലം ഇങ്ങനെ മാറി മറിഞ്ഞു വരും. നമ്മൾ ശരിക്കും റമദാനിൻ്റെ അവസാനത്തെ ദിവസം ആഗ്രഹിച്ചില്ലേ, ഇന്ന് മരിച്ചെങ്കിലെന്ന്. റമദാനിലെ അവസാനത്തെ രാത്രിയിൽ ഇന്ന് ഈ അവസ്ഥയിൽ അല്ലേ, ഈ റമദാനാണ് എൻ്റെ ഖാത്തിമത്ത് എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോയി. അത്രമാത്രം നമ്മൾ അള്ളാഹുവുമായി അടുത്തു. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. എന്തൊക്കെ മാറ്റം വന്നു എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആലോചനയിൽ വിധേയമാക്കേണ്ട ഒന്നാമത്തെ വിഷയം, അല്ലെങ്കിൽ ആലോചിക്കേണ്ട ഒന്നാമത്തെ കാര്യം, എന്താണ് റമദാനിൽ നിന്ന് നമുക്ക് കിട്ടിയത് എന്നതാണ്. എന്ത് ഫായിദയാണ് റമദാനിൽ നമുക്ക് കിട്ടിയത്? നമ്മൾ റമദാനിനെ യാത്ര അയച്ചപ്പോൾ റമദാനിലെ മനോഹരമായ പകലുകളെയും അതിനേക്കാൾ മനോഹരമായ രാത്രികളെയും ഒക്കെ നമ്മൾ യാത്ര അയച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഖുർആനിൻ്റെയും തഖ്വയുടെയും സബറിൻ്റെയും റഹ്മത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും ഒക്കെ മാസമായ റമദാനിനെ യാത്ര അയച്ചപ്പോൾ നമ്മൾ എന്ത് നേടി? ആ റമദാനിൽ പൂത്തുലഞ്ഞ പൂക്കളും പഴങ്ങളുമൊക്കെ നമുക്ക് കിട്ടിയോ? തഖ്വ പരിപൂർണമായ രീതിയിൽ നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചുവോ? മുത്തഖീങ്ങൾ എന്ന ഷഹാദ, എന്ന സർട്ടിഫിക്കറ്റ് ഈ റമദാനിൻ്റെ അവസാനത്തെ ദിവസം കിട്ടിയവരിൽ നമ്മൾ ഉൾപ്പെടുമോ? സബറിനെ നാം പഠിച്ചോ ഈ റമദാനിൽ? അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാൻ സബർ വേണം. പാപങ്ങൾ വരാതെ ജീവിതത്തെ സംസ്കരിക്കാൻ സബർ വേണം. ഇത് രണ്ടും നമ്മൾ റമദാനിൽ പരിശീലിച്ചു. നമുക്ക് സഹോദരന്മാരെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ?
ഇത് അതിനു മാത്രമുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ജിഹാദിന് ഒരുപാട് വശങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ജിഹാദുൻ നഫ്സാണ്. നമുക്ക് സൗകര്യങ്ങളുണ്ടായിട്ടും പലതും വെടിഞ്ഞുകൊണ്ട് നമ്മളെ നഫ്സിനോട് ജിഹാദ് ചെയ്ത് നാം പിടിച്ചു നിന്നു. നമ്മുടെ പല ഇച്ഛകളോടും നമ്മൾ ജിഹാദ് ചെയ്തു. നമ്മുടെ പല പതിവുകളോടും നമ്മൾ ജിഹാദ് ചെയ്തു. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഒരു ഈമാനിൻ്റെ തഖ്വയുടെ മദ്രസയിൽ നിന്ന് നമ്മൾ വിടവാങ്ങിയപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? നമ്മൾ ആലോചിക്കണം സഹോദരന്മാർ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് അതാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചതാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമുക്ക് ആഗ്രഹമുണ്ട് മാറണം. നമ്മളെന്നെ പറയും എന്തായിരിക്കും മാറാൻ കഴിയാത്തത്? പക്ഷെ അള്ളാഹു ഒരു സത്യം പറയാണ്, ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, അള്ളാഹു ആരെയും മാറ്റൂല, ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അവർ സ്വയം മാറുന്നത് വരെ നമ്മൾ തയ്യാറാകണം മാറാൻ. അതാണ് നമുക്ക് ഈ റമദാനിൽ നിന്ന് കിട്ടേണ്ട ഒന്നാമത്തെ കാര്യം. ഒരുപാട് ദുർഗുണങ്ങളുടെ വാഹകരായിരുന്നു നാം. നമ്മൾ ആലോചിച്ച് നോക്കി, നമുക്ക് അനാവശ്യമായ കോപങ്ങളുണ്ടായിരുന്നു, ദേഷ്യങ്ങളുണ്ടായിരുന്നു, വെറുപ്പുണ്ടായിരുന്നു, അസൂയയുണ്ടായിരുന്നു, ഏഷണയും പരദൂഷണവും പറഞ്ഞു നടക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ റമദാനിൽ നമ്മൾ പിടിച്ചു നിന്നു. ഇത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. നമ്മൾ മാറിയാലേ അള്ളാഹു നമ്മളെ മാറ്റുള്ളൂ. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് വൃക്ഷങ്ങളെയും കാടുകളെയും സൃഷ്ടിച്ചതുപോലെയല്ല. നമ്മൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു വല്ലാത്ത സൗകര്യം നൽകിക്കൊണ്ടാ, നമുക്ക് വിവേചനാധികാരം നൽകിക്കൊണ്ടാ. ഒരു ജീവിക്കും ലോകത്ത് അതില്ല മനുഷ്യനല്ലാതെ. ആ വിവേചനാധികാരം ഉപയോഗിച്ച് നമുക്ക് നന്മയെ വിവേചിച്ചറിഞ്ഞ് അതിലേക്ക് എത്താൻ സാധിച്ചോ ഇല്ലയോ? രണ്ടാമതായി സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ ഒരു പെണ്ണിന്റെ കഥ പറയുന്നുണ്ട്. വലാ തകൂനു കല്ലത്തി നഖദത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ഒരു സ്ത്രീ അവളുടെ തൊഴില് വസ്ത്രം മുടഞ്ഞുണ്ടാക്കല. അങ്ങനെ ഒരു നല്ല വസ്ത്രം ഉണ്ടാക്കിയിട്ട് അന്ന് വൈകുന്നേരം അവളിങ്ങനെ വസ്ത്രം ഓരോന്ന് അഴിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു പെണ്ണിനെ പോലെ നിങ്ങളാകരുത് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം, നമ്മളതാകുന്നുണ്ടോ എന്ന്. നമ്മൾ തഖ്വ എന്ന വസ്ത്രത്തെയാണ് നമ്മൾ നെയ്തുണ്ടാക്കിയത് റമദാനിൽ. ലിബാസു തഖ്വ ദാലിക ഖൈറുൻ എന്നല്ല പറഞ്ഞല്ലോ. തഖ്വയുടെ വസ്ത്രമാണ് ഏറ്റവും മുന്തിയ വസ്ത്രം എന്ന്. ആ നമ്മൾ നെയ്തുണ്ടാക്കിയ ആ മുന്തിയ വസ്ത്രം, ആ വസ്ത്രത്തെ സഹോദരന്മാരെ നമ്മൾ അതിൻ്റെ ഓരോ ഇഴയും വേറെടുക്കണ പണിയിലാണോ ഇപ്പം? നമ്മൾ ആലോചിക്കണം. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. മടങ്ങിപ്പോകരുത്. നമ്മൾ പഴയ തെറ്റുകളിലേക്കും പഴയ തിന്മകളിലേക്കും നമ്മൾ മടങ്ങിപ്പോകരുത്. പഴയ കൂട്ടുകാരികളിലേക്ക്, പഴയ കൂട്ടുകെട്ടുകളിലേക്ക്. നമ്മൾ അനുഭവിച്ചില്ലേ? അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിച്ചാൽ കിട്ടുന്ന ആസ്വാദനം നമ്മൾ അനുഭവിച്ചില്ലേ? അതിനേക്കാൾ വലിയ ആസ്വാദനമാണോ തിന്മകളിലുള്ളത്? ഒരിക്കലും അല്ലല്ലോ. ഒരുപാട് ആളുകളുണ്ട് റമദാനിൽ മാത്രം അള്ളാഹുവിനെ അറിയുന്നവർ. നമ്മൾ ആ കൂട്ടത്തിൽ പെടരുത്. അവർ റമദാനിൽ അള്ളാഹുവിനെ അറിയുക, റമദാൻ കഴിഞ്ഞാൽ പിന്നെ അള്ളയില്ല റസൂലുമില്ല, അങ്ങനെ ആകരുത്. നമ്മൾ ശ്രദ്ധിക്കണം. അതിലൊന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നമസ്കാരത്തെക്കുറിച്ചാണ്. നമസ്കാരത്തിൽ വല്ലാത്ത ശ്രദ്ധരായിരുന്നു നമ്മൾ റമദാനിൽ. പ്രത്യേകിച്ച് ഒരൊറ്റ ജമാഅത്ത് നമസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടില്ല എന്ന് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്. ഒറ്റ ജമാഅത്തും നഷ്ടപ്പെട്ടില്ല. നമ്മൾ ആലോചിക്കണം, നമ്മുടെ പള്ളികളൊക്കെ റമദാനിൽ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്തിന്? സുന്നത്ത് നിസ്കാരത്തിന് പോലും, തറാവീഹ് നിസ്കാരത്തിന് പോലും നിറഞ്ഞു കവിഞ്ഞിരുന്നു. എന്തായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പള്ളികളുടെ. അതുപോലെ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളെ തിന്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് പ്രേരകങ്ങളുണ്ട് ചുറ്റുഭാഗവും. ഒരുപാട് സംഗതികൾ ഞാൻ വിശദീകരിക്കണ്ട, ഓരോന്നും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരികയാണ് ഇപ്പം. ആലോചിച്ച് നോക്കൂ. ഒരുപാട് വിനോദ കേന്ദ്രങ്ങൾ, ക്ലബ്ബുകൾ,
മ്യൂസിക് നൈറ്റുകൾ, തോന്നിയാസങ്ങൾ ഒക്കെ ഇങ്ങനെ വരികയാണ്. നമ്മൾ ആലോചിക്കണം, നിന്ന് ആലോചിക്കണം. ശരിക്ക് എനിക്ക് പറ്റുമോ ഇനി അത് എന്ന്, എനിക്ക് ചേരോ ഇത്, നമ്മൾ ആലോചിക്കണം സഹോദരന്മാർ. വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മടങ്ങിപ്പോകുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഒന്നും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നാ. അതാണ് ഏറ്റവും ഗൗരവത്തോടു കൂടി കാണേണ്ടത്. ഒന്നും സ്വീകരിച്ചിട്ടില്ല. സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മടങ്ങുമായിരുന്നില്ല. ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മൾ മടങ്ങരുത്, തിന്മകളിലേക്ക് മടങ്ങിപ്പോകരുത്. നമ്മുടെ അമലുകൾ കബൂലായി എന്നതിൻ്റെ അടയാളം യഥാർത്ഥത്തിൽ മടങ്ങാതെ നമ്മൾ പിടിച്ചു നിൽക്കുക എന്നതാണ്. നന്മകൾ ചെയ്യാൻ ഇനിയും നമ്മൾ ശ്രമിക്കുക, അതാണ് വേണ്ടത്. അള്ളാഹു നമുക്ക് ചെയ്ത സൗകര്യങ്ങളൊക്കെ അതിന് നമ്മൾ ഉപയോഗിക്കണം. മൂന്നാമതായി ചിന്തിക്കേണ്ടത് സഹോദരന്മാരെ, അള്ളാഹു തആല നമ്മോട് പറയുന്നുണ്ട്, വഅബ്ദു് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. വഅബ്ദു് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീൻ വരുന്നത് വരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണം. യഖീൻ എന്നുള്ളതിന് ഒരുപാട് നിർവചനമുണ്ട്. പക്ഷെ ഒരടിമ എല്ലാ നിർവചനത്തിലും പെടണം. യഖീൻ എന്ന് പറഞ്ഞാൽ മൗത്താണ് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ വഅബ്ദു് റബ്ബക ഹത്താ യഅതിയകൽ മൗത്ത് എന്നർത്ഥം. മരണം വരുന്നത് വരെ. എപ്പോഴാ വരിക എന്നറിയില്ലല്ലോ മരണം, ഏത് സമയത്താ വരിക എന്നറിയില്ല. നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മളെപ്പോഴും ചിന്തിക്കണം സഹോദരന്മാരെ, നമ്മൾ ഏതെങ്കിലും ഒരു ദിവസമായാൽ പോരല്ലോ. എപ്പോഴാണ് അള്ളാഹുവിലേക്ക് മടങ്ങി പോകേണ്ടി വരിക എന്നറിയില്ല. എല്ലാ സമയത്തും നമ്മൾ ഇസ്തിഖാമത്തിലാകണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു നമ്മൾ പറയുന്നത് ഫസ്തഖിം കമാ ഉമിർത് വമൻ താബ മഅക്. റസൂലിനോട് പറഞ്ഞ ഫസ്തഖിം കമാ ഉമിർത്, കൽപ്പിക്കപ്പെട്ടതുപോലെ നീ ഇസ്തിഖാമത്തിലാകണം. കൽപ്പിക്കപ്പെട്ടതുപോലെ എങ്ങനെയാണോ കൽപ്പിച്ചത് അങ്ങനെയായിരിക്കണം. ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ. നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇസ്തിഖാമത്ത് നടത്തുക, എന്നിട്ട് ഇസ്തിഗ്ഫാർ നടത്തുക. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ, ഇസ്തിഖാമത്ത് കിട്ടുന്നുണ്ടോ ഇല്ലേ, നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ ഇല്ലേ, എപ്പോഴും ചിന്തിക്കണം. നോക്കൂ, ഇസ്തിഖാമത്ത് ഉണ്ടെങ്കിൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഭയങ്കര വാക്കല്ലേ. അള്ളാഹുണ് റബ്ബ് എന്ന് പറയാൻ എല്ലാവർക്കും കഴിയും, അത് വലിയ പണിയൊന്നുള്ള കാര്യമല്ല. അടുത്തതാണ് സുമ്മ ഇസ്തഖാമു, ഇസ്തിഖാമത്തിലെത്താൻ കഴിയണം, നേരെ ചൊവ്വേ അതനുസരിച്ച് ജീവിക്കാൻ കഴിയണം. എന്തൊക്കെ പ്രലോഭനങ്ങൾ വന്നാലും മാറാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പേടിയും പേടിക്കണ്ടെന്നേ. 2 സ്ഥലങ്ങളിൽ അള്ളാഹു വ്യത്യസ്ത ഭാഷയിൽ പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു. എന്ത് വാക്കാ! മലക്കുകൾ ഇറങ്ങി നിങ്ങളോട് പറയും, സങ്കടപ്പെടരുത്, ദുഃഖിക്കരുത്. എപ്പോഴെങ്കിലും നമുക്ക് സങ്കടം വന്നാൽ പോലും ആശ്വസിപ്പിക്കാൻ മലക്കുകൾ വരും. മാത്രമല്ല വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾ ഈ അനുഭവിച്ച ത്യാഗം, പ്രയാസം, അതിനൊക്കെ പകരം നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന സുവിശേഷം. സുബ്ഹാനല്ലാഹ്, അത് കിട്ടണേ നമുക്ക്, അള്ളാഹു നൽകുമാറാകട്ടെ. ആ ഇസ്തിഖാമത്തിൽ നമുക്ക് നിൽക്കാൻ സാധിക്കണം സഹോദരന്മാരെ. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പൊ റമദാൻ കഴിഞ്ഞു, നമ്മളൊക്കെ ആലോചിക്കണം സഹോദരന്മാരെ, റമദാൻ കഴിഞ്ഞു, നമുക്ക് എത്ര പേർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഷവ്വാലിലെ നോമ്പ് നോക്കാൻ സാധിച്ചു? നമ്മൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ശ്രമിക്കണ്ടേ? നമ്മൾ ശ്രമിക്കണം. വല്ലാത്ത ഒരു നോമ്പല്ലേ സത്യത്തിൽ, അത് വല്ലാത്തൊരു നോമ്പല്ലേ. ഒരു കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റതാണ്. അതും കൂടി ചെയ്താൽ, നമ്മൾ 6 ദിവസം നോമ്പ് നോറ്റാൽ, റമദാനും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സാമ കഅന്നഹു സാമദ്ദഹർന്നു, കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണ്. നിങ്ങൾ ആലോചിച്ച്, ഒരു കൊല്ലം നോമ്പ് നിൽക്കാന്ന് പറഞ്ഞാൽ, ഒരു ദിവസം നോമ്പ് നോറ്റാൽ എത്രയോ കിലോമീറ്ററുകൾ നരകത്തിൽ നിന്ന് വിദൂരമാകുന്നു. അപ്പോൾ ഒരു കൊല്ലം നോമ്പ് നോറ്റാലോ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ സഹോദരന്മാരെ ശരിക്കും ശ്രദ്ധിക്കണം സഹോദരന്മാർ. അതുപോലെ രാത്രിയിലെ നമ്മുടെ നമസ്കാരം, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച നമസ്കാരമാണത്. അലൈക്കും ബി ഖിയാമിൽ ലൈൽ, നബിയുടെ വാക്കാണ് അലൈക്കും ബി ഖിയാമിൽ ലൈൽ. എന്തൊരു വാക്കാന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഖിയാമുൽ ലൈലിലേക്ക് വാ.
കാരണം ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സാലിഹ്യങ്ങളുടെ പതിവായിരുന്നു അത്. വഅഖറബത്തുൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണത്. വമുകഫിറത്തുൻ ലിസ്സയ്യാത്ത്, നിങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളയുന്നതാണത്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു. ഭയങ്കരല്ലേ? ഭയങ്കരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞിട്ട് പൂതി തീർന്നില്ല. നബി പറയാ വമുൻഹാതുൻ അനിൽ ഇസ്ം, പാപങ്ങളിൽ നിന്ന് നിങ്ങളെ തടയുന്നതാണത്. ഭയങ്കര. അവസാനത്തെ ഒരു വാക്ക് കേൾക്കണോ നിങ്ങൾക്ക്? മത്രദത്തുൻ ലിദ്ദായി അനിൽ ജസദ്, ശരീരങ്ങളിൽ നിന്ന് പല രോഗങ്ങളെയും അകറ്റുന്നതാണ് ഖിയാമുൽ ലൈൽ. സുബ്ഹാനല്ലാഹ്. എപ്പോഴെങ്കിലും ഒരു 3 റക്അത്തെ, അത്രേ വേണ്ടതുള്ളൂ. ഒരു 3 റക്അത്തെങ്കിലും ഈ ഒരു ചിന്തയോടുകൂടി, ഈ ഒരു വാക്ക്, നബി തിരുമേനിയുടെ ഈ വാക്ക് കേട്ടിട്ട് നമുക്ക് സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും അറിയില്ലേ ഇതിന്റെ പ്രത്യേകത? അറിയില്ലേ? ഈ നോക്കൂ, നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാ? അഫ്ളലുസ് സ്വലാത്തി ബഅദൽ മക്തൂബ ഖിയാമുൽ ലൈൽ. അത് ഖിയാമുൽ ലൈലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യാത്രയിൽ പോലും നബി ഒഴിവാക്കിയിട്ടില്ല. അതല്ലേ നമ്മളത് മനസ്സിലാക്കണം. ആരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദു വലദ് ആദം അല്ലേ? ആദമിന്റെ മക്കളിലെ ഏറ്റവും സയ്യിദല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്ഫൂർ ലഹു അല്ലേ? മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടവനല്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചില്ലേ? എല്ലാ രാത്രിയും നിസ്കരിച്ചില്ലേ? എന്നിട്ട് സ്വന്തം ഭാര്യ വന്ന് ചോദിച്ചില്ലേ നിസ്കാരത്തിന്റെ രൂപം കണ്ടിട്ട്, എന്താ ഇങ്ങനെ ഇതൊക്കെ വീർത്തില്ലേ? മറ്റേ കാലൊക്കെ നീര് വന്ന് വീർത്തില്ലേ? അപ്പൊ റസൂൽ ചോദിക്കണം, അഫല അകൂനു അബ്ദൻ ഷക്കൂറാന്ന്, എനിക്കൊരു നന്ദിയുള്ള അടിമയാകണ്ടേ? നമുക്കും ആകണ്ടേ അടിമ? നന്ദിയുള്ള ഒരു അടിമ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ ഹദീസുകളൊക്കെ കേൾക്കുമ്പോഴേ എന്താ മനസ്സിലാക്കിയേ? ഹദീസ് എന്ന് പറഞ്ഞ ചില രാത്രികളിലുള്ള നബിയുടെ നമസ്കാര സഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ വായിക്കണതല്ലേ? അതെന്തിനുള്ളതാ? ബക്കറ തുടങ്ങി, ബക്കറ കഴിഞ്ഞാൽ നിർത്തുമെന്ന് വിചാരിച്ചു, പിന്നെ നിസാഗ് തുടങ്ങി, നിസാഗ് കഴിഞ്ഞാൽ നിർത്തുമെന്ന് വിചാരിച്ചു, പിന്നെ ആല ഇമ്രാൻ തുടങ്ങി, പോവുകയാണ്. ഇത് കഥയല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി. നോക്കൂ, നമ്മളൊക്കെ സാധാരണ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പലതും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് നോക്കാറില്ലേ? ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് നമ്മൾ വിചാരിക്കാറില്ലേ? ഒരു സാധനം, ഒരു നല്ല ഡിഷ് കണ്ടാൽ അതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു ദിവസമെങ്കിലും നമ്മളൊന്ന് നോക്കണ്ടേ? ഇങ്ങനൊരു നിസ്കാരം നമുക്ക് ഒരു ദിവസം, ആയുസ്സിൽ ഒരു ദിവസം ഒന്ന് നിസ്കരിച്ചു നോക്കിക്കൂടെ? നല്ല ഒഴിവുള്ള ഒരു ദിവസം. വല്ലാഹി നമ്മളെങ്ങാണ്ട് നിസ്കരിച്ച് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതൊക്കെ വരും. എന്തൊക്കെ രോഗങ്ങളുടെ അടിമകളാണ് നമ്മൾ സഹോദരന്മാരെ, ഞങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ പ്രതിസന്ധികളാണ് നമുക്കുള്ളത്. നമ്മളിത് ഒരു നിസ്സാരമായ സംഗതിയായി ഗണിക്കരുത് സഹോദരന്മാരെ. എല്ലാവരും ശ്രദ്ധിക്കണം സഹോദരന്മാരെ, എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് വളരെ പ്രധാനമാണ്. 2, അതുപോലെ തന്നെ സഹോദരന്മാരെ, മൂന്നാമത്തെ കാര്യം, പരമാവധി നമ്മൾ തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് അകന്ന് നിൽക്കണം. അതാണ്. അള്ളാഹു നമ്മളോട് സംസാരിക്കണം എന്ന് നമുക്ക് പൂതിയുണ്ടോ? അള്ളാഹു നമ്മളോട് സംസാരിക്കണം. മുനാജാത്ത് ഒറ്റ വഴിയുള്ളൂ, അള്ളാഹുവിനെ വെളിപ്പെടുക. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ. അതാണ്. രാത്രിയുടെ ഇരുട്ടിൽ അള്ളാഹുവുമായി സംസാരിച്ചൂടെ നമുക്ക്? ദിക്ർ ചെല്ലുമ്പോൾ അള്ളാഹു നമ്മൾ ഫദ്കുറൂനി, അദ്കുറുക്കും എന്ന് പറഞ്ഞത് ആയത്തല്ലേ? എന്തിനുള്ളതാ? ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കോ എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കും. എന്തൊരു അനുഭവമാണെന്നറിയോ? എന്തൊരു അനുഭവം കിട്ടാൻ പോണേ, എന്തൊരു അനുഭവം! നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ, ആലോചിക്കണം. നമുക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം. ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും ചെയ്യാൻ എനിക്ക് കഴിയണില്ല എന്നൊരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കണം. ഓരോരുത്തരും പരിശോധിക്കണം സഹോദരന്മാർ, പരിശോധിക്കണം. ഇമാം ഹസനുൽ ബസരി റഹിമഹുള്ളയുടെ അടുത്ത ആളുകൾ വന്ന് ചോദിച്ചു, യാ അബാ സഈദ് ഇന്നി അബീതു മുആഫ
വഉഹിബ്ബു ഖിയാമൽ ലൈൽ വഅഇദ്ദു തുഹൂറി ഫമാ ബാലി ലാ അഖൂം. അബൂ സഈദ്, ഞാൻ വളരെ ആരോഗ്യവാനായാണ് കിടന്നുറങ്ങാറുള്ളത്. എനിക്ക് ഖിയാമുൽ ലൈൽ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ രാത്രി എഴുന്നേറ്റാൽ ആവശ്യമായ ശുദ്ധീകരിക്കാൻ ആവശ്യമായ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങാറുള്ളത്. പക്ഷേ ഫമാ ബാലി ലാ അഖൂം, എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. എന്താ കാര്യം? ഇമാം ഹസൻ അൽ ബസരി റഹിമഹുല്ല മറുപടി പറഞ്ഞു, ദുനൂബുക ഖയ്യദത്ക, നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന തിന്മകളാണ് നിന്നെ പിടിച്ചു കെട്ടുന്നത് എന്ന്. ചങ്ങലക്കിടും. നന്മ ചെയ്യാൻ സമ്മതിക്കൂല, കഴിയില്ല. തൗഫീഖ് ഒരു വല്ലാത്ത സംഭവം. തൗഫീഖ് എന്ന് പറഞ്ഞ പദം തന്നെ നമ്മൾ കേട്ടിട്ടില്ലേ? അതൊരു വല്ലാത്ത സംഭവമാണ് സഹോദരന്മാരെ, വല്ലാത്തൊരു സംഭവമാണ് അത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിക്കണില്ലേ, അമ്മൻ ഹുവ ഖാനിതുൻ ആന അൽ-ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറു അൽ-ആഖിറ വയർജു റഹ്മത റബ്ബി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. എന്തൊരു ചോദ്യാ നമ്മളോടാ ചോദിക്കണത്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിന്ന് നമസ്കരിക്കുന്നവൻ, സുജൂദിലും ഖിയാമിലും കഴിഞ്ഞുകൂടി ആഖിറത്തിനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്നവൻ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കൊതിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ, അവനും അല്ലാത്തവനും സമമാണോ? ഖുൽ, പറയണം, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഇത് അറിഞ്ഞവനും അറിയാത്തവനും സമമാണോ? അല്ല. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. തദക്കുറ് കിട്ടണമെങ്കിൽ ഉലുൽ അൽബാബുകളാകണം. നമ്മുടെ ചിന്ത, നമ്മുടെ ബുദ്ധിയൊക്കെ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്ന സാധനമാര്? നമ്മൾ ആലോചിക്കണം. ഇത് ഭയങ്കര ഗൗരവമുള്ള സംഗതിയാണ്. നോക്കൂ, ഖുർആന്റെ മാസം കഴിഞ്ഞു. ഖുർആന്റെ വായനയുടെ മാസം കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ഖുർആൻ വായിക്കേണ്ട മാസമായിരുന്നു റമദാൻ. ഒരു സംശയവുമില്ല. ഖിറാഅത്തും തിലാവത്തും വർദ്ധിപ്പിക്കേണ്ട മാസമായിരുന്നു റമദാൻ. ഒരു സംശയമില്ല. പക്ഷേ റമദാൻ കഴിഞ്ഞാൽ ഖുർആന്റെ തദബ്ബുറിലേക്ക് നമ്മൾ തിരിയണം. സഹോദരന്മാരെ. 2 ആയത്തെങ്കിലും ഓരോ ദിവസവും നമ്മളൊന്ന് തദബ്ബുർ ചെയ്യണം. തദബ്ബുർ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അള്ളാഹു തങ്ങളുടെ ഗിഫ്റ്റാ. നമ്മൾ മുസാഹിഫ് എടുത്ത് മുമ്പിൽ ഇരുന്നാ മതി, ആഗ്രഹിച്ചിരുന്നാ മതി. നമ്മളെ വീട്ടിലൊക്കെ അമാനി മൗലവിയുടെ പരിഭാഷ ഉണ്ടല്ലോ, എല്ലാവരുടെ വീട്ടിലും. ഏതെങ്കിലും നോക്കിയിട്ട് മനസ്സിലാത്തുണ്ടെങ്കിൽ മൗലവി എഴുതി വെച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്, ഭയങ്കര വിശാലമായി അതിൻ്റെ ആശയം എഴുതി വെച്ചിട്ടുണ്ട്. എവിടെയും വേറെ പോണ്ട, എവിടെയും പോണ്ട. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഇരുന്നാൽ മതി, ആഗ്രഹിച്ചിരുന്നാൽ മതി. അള്ളാഹു കൊണ്ടുവന്ന് തരും സഹോദരന്മാർ. തദബ്ബുർ വലിയൊരു സംഭവമാണ്. ആ തദബ്ബുർ നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാവും സഹോദരന്മാർ. അള്ളാഹു ചോദിച്ചില്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, എന്തുകൊണ്ടാ നിങ്ങൾ തദബ്ബുർ നടത്താത്തത്? നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ പൂട്ടിയിട്ടിരിക്കുകയാണോ എന്ന്. പാടില്ല സഹോദരന്മാരെ. ഇതൊക്കെ ചെയ്തെങ്കിലേ സഹോദരന്മാരെ നമ്മൾ ഇസ്തിഖാമത്തിലേക്ക് എത്തൂ. ഏറ്റവും അവസാനം സഹോദരന്മാരെ, നമുക്ക് ഇസ്തിഗ്ഫാർ വേണം, ശുക്റും വേണം. ഇസ്തിഗ്ഫാർ വളരെ പ്രധാന. ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഖുർആൻ നിങ്ങൾ പരിശോധിച്ചാൽ ഭയങ്കര അത്ഭുതം. ഏത് ഇബാദത്ത് പറഞ്ഞിട്ടും അവസാനിക്കുന്നത് ഇസ്തിഗ്ഫാറില. നമസ്കാരമാകട്ടെ, ഹജ്ജാകട്ടെ, എന്തും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ സ്വർഗം തരുന്ന കർമ്മല്ലേ. ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന എന്നല്ല പറഞ്ഞ ഹജ്ജ് ചെയ്തവന്. എന്നിട്ട് ഹജ്ജ് കഴിഞ്ഞ് വരുന്നവരോട് എന്താ പറയണത്? സുമ്മാ അഫീദു മിൻ ഹൈസു അഫാദന്നാസു വസ്തഗ്ഫിറുല്ലാഹ്. ഇഫാദത്ത് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ അവസാനത്തെ കർമ്മല്ലേ. അത് കഴിഞ്ഞ് പോരുമ്പോഴും അള്ളാഹു പറയുന്നത് വസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ അതല്ലേ ചെയ്യേണ്ടത്? കഴിയണം സാധന്മാരെ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അദ്ദേഹം നോമ്പ് അവസാനിക്കുമ്പോൾ എല്ലാ ഗവർണർമാർക്കും കത്തെഴുതുമായിരുന്നു. ഗവർണർമാർക്ക് ഭരണാധികാരി കത്തെഴുതുക. എന്താ കത്തിലെ വാചകം എന്നറിയോ? അദ്ദേഹം എഴുതുകയാണ്, ഖൂലു കമാ ഖാല അബൂക്കും ആദം. റമദാന്റെ അവസാന ദിവസം പറയാ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വാപ്പ ആദം പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ പറയണം. എന്താ പറഞ്ഞത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. വിവരിക്കണ്ടല്ലോ. രണ്ടാമത് അദ്ദേഹം എഴുതി, ഖൂലു കമാ ഖാല ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത് നിങ്ങൾ പറയണം. എന്താ പറഞ്ഞത്? വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ.
യൗമുദ്ദീനിൽ പ്രതിഫലം നൽകുന്ന ദിവസത്തിൽ എൻ്റെ തിന്മകൾ അവൻ പുറത്തു തരണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ പൂതി, ആഗ്രഹം. എന്താ നമ്മളെ പൂതി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളോട് ചോദിക്കുകയാണ്, യൗമുദ്ദീനിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പൂതി എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? നമ്മൾ എത്തണം. വീണ്ടും അദ്ദേഹം എഴുതി, ഖൂലു കമാ ഖാല മൂസ. എന്താ മൂസ പറഞ്ഞത്? റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി. ആരാ മൂസ? കലീമുള്ളയാണ്. അള്ളാഹുമായി ഭൂമിയിൽ വെച്ച് സംസാരിച്ച ഏക മനുഷ്യൻ മൂസയാണ്. എന്തായിരിക്കും മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകതകൾ ആലോചിച്ചു? വേറെ ആർക്കും കിട്ടാത്തല്ലേ? ആ മൂസ അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി. റബ്ബേ, ഞാൻ എന്നോട് തന്നെ ദ്രോഹം ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും മൂസാ നബി ചെയ്ത ദ്രോഹങ്ങൾ ആലോചിച്ചു? നമ്മളുമായിട്ട് കമ്പയർ ചെയ്യണ്ടേ നമ്മളെ ഒന്ന്? അവസാനം അദ്ദേഹം എഴുതി, ഖൂലു കമാ ഖാല ദുന്നൂൻ. യൂനുസ് അലൈഹിസ്സലാമാണ് ദുന്നൂൻ. അദ്ദേഹം പറഞ്ഞതുപോലെ നിങ്ങൾ പറയണം. അദ്ദേഹം എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. സഹോദരന്മാരെ, ഈ നാല് പ്രവാചകന്മാര് നമുക്ക് മാതൃകയാണ്. ഒരു ഭരണാധികാരി ഗവർണർമാർക്ക് എഴുതുന്ന കത്തിലെ ഉള്ളടക്കായത് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ എത്ര നമ്മളെ മക്കൾക്കും കുടുംബത്തിനും ഒക്കെ എന്തൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്? എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചോ? ഒരു സന്ദേശം കൊടുത്തോ? ഇസ്തിഗ്ഫാർ നടത്താനുള്ള ഒരു സന്ദേശം ഇല്ലല്ലോ. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, അതോടൊപ്പം ശുക്ർ വർദ്ധിക്കണം. ശുക്ർ നമുക്ക് ഏറ്റവും കുറവുള്ള സാധനം, പ്രത്യേകിച്ച് മലയാളിക്ക് ഏറ്റവും കുറവുള്ള സാധനം അതാണ്. തീരെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തൊരു ജീവിയാണ് മലയാളി എന്ന് പറഞ്ഞാൽ. നന്ദി എന്ന് പറയാനൊരു വാക്കില്ലല്ലോ. നമ്മളെ ഭാഷയിലുണ്ടോ? എല്ലാവരുടെ ഭാഷയിലും ഇല്ലേ? എന്തൊക്കെ ഉണ്ട്? ആ ഉറുദു ഒക്കെ എടുത്തു നോക്കി, എത്ര തരം നന്ദിയാ എല്ലാ ഭാഷയിലും ഉണ്ട്. മലയാളി എന്താ ഒന്നിങ്ങനെ ചിരിക്കൂലേ? അതെന്നെ ചിരിയായിക്കൊള്ളൊന്നുമില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു, ശുക്രില്ലാത്ത ഒരു സമൂഹം. നമ്മോട് അല്ലാഹു തആല നോമ്പ് അവസാനിപ്പിക്കാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു യോഗ്യത അല്ലാഹു തന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര മനുഷ്യന്മാർ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ നോമ്പ് നോറ്റമാതിരി നോക്കാൻ. നിങ്ങൾക്കറിയോ, നമ്മുടെ കേരളത്തിലുള്ള മനുഷ്യന്മാര് പറയാ, ഇവിടെ പെരും ചൂട് സഹിക്കണില്ല, ഇവിടെ നിസ്കാരത്തിന് നീളല്ല, ഓതണില്ല, ഖിയാമുൽ ലൈലില്ല, എന്തൊരു പൂതി അവിടെ എവിടെയെങ്കിലും വന്ന് ജീവിക്കാൻ എന്ന്. നമ്മൾ ആരാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ പള്ളികൾ ഓടിയല്ലേനോ? എത്ര സൈസ് ഖിയാമുൽ ലൈലാ നമ്മളൊക്കെ നിസ്കരിച്ചത്, എത്ര മനോഹരമായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എവിടെയാ നമ്മൾ അള്ളാഹു നമുക്ക് എന്തൊരു വിഭവ തന്നത്, എന്തൊരു സൗകര്യം അത് നിങ്ങൾ ആലോചിച്ചു. സുബ്ഹാനല്ലാഹ്, എന്തൊരു ആവേശമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താ നമ്മൾ അറിയണ്ടേ? നമ്മുടെ സഹോദരങ്ങൾ ഇന്നും ഇന്നലെയും നിങ്ങൾ കണ്ടില്ലേ ഗസയിലെ നമ്മുടെ സഹോദരങ്ങളുടെ കഥ. റമദാനിലിത് പോട്ടെ, റമദാൻ കഴിഞ്ഞിട്ടോ നമ്മൾ എത്ര സുഭിക്ഷമായാണ് സഹോദരന്മാരെ നോമ്പ് അത്താഴം കഴിച്ചതും ഭക്ഷണം കഴിച്ചതും ഇഫ്താർ കഴിച്ചതും ഒക്കെ. ബാക്കിയല്ലായിരുന്നു എല്ലാവരുടെ ഫ്രിഡ്ജിലും. എത്രയാണ് ബാക്കി? എന്തൊക്കെ വിഭവങ്ങളാണ് നമുക്ക് കിട്ടിയത്? വേണ്ട ലഅല്ലക്കും തഷ്കുറൂൻ. സഹോദരന്മാരെ, ശുക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ട ശുക്ർ നാവ് കൊണ്ടല്ല. അള്ളാഹ്ക്ക് നമ്മുടെ താങ്ക്സിന്റെ ആവശ്യമില്ല, ഒരിക്കലും ആവശ്യമില്ല. എന്തിനാ? അള്ളാഹു ഗനിയാണ്. വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി. അള്ളാഹുവിന് ആരെങ്കിലും നന്ദി പറയുന്നുവെങ്കിൽ, നന്ദി കാണിക്കുന്നെങ്കിൽ അത് അവന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹു ഗനിയാണ്, ഗനിയ്യുൻ അനിൽ ആലമീൻ. ഒരൊറ്റ മനുഷ്യരിൽ നിന്നും ഒരു കാര്യവും അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നന്ദി വരേണ്ടത് നമ്മുടെ കൽബിൽ നിന്നാണ്. നമ്മുടെ കൽബിലേക്ക് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടോ ഗ്രാറ്റിറ്റ്യൂഡ്? അള്ളാഹിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ നോക്കണം, ഉണ്ടോ? നമ്മൾക്ക് സാധിക്കണം സഹോദരന്മാരെ, അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ സാധിക്കണം. അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഹൃദയത്തിലുണ്ടെങ്കിലേ സഹോദരന്മാരെ നമ്മുടെ വാക്കുകളിലേക്ക് വരൂ. ആ ഹൃദയത്തിൽ ഉണ്ടെങ്കിലേ വാക്കുകളിലും പ്രവൃത്തിയിലും വരൂ. പ്രവൃത്തിയിൽ വരണം. ഏറ്റവും വലിയ നന്ദി എന്താണെന്നറിയോ? അള്ളാഹു നമുക്ക് ചെയ്തു തന്ന സൗകര്യങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഉപയോഗിക്കലാണ് നന്ദി എന്ന് പറഞ്ഞത്. അല്ലാതെ താങ്ക്സ് പറയലൊന്നുമല്ല. അള്ളാഹു നമുക്ക് ചെയ്യുന്ന സൗകര്യങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗം, ഇത് അവസാനിക്കണ വരെ ഉപയോഗിക്കുക സഹോദരന്മാരെ. അവസാനിക്കണ വരെ. അള്ളാഹു എന്നാ അവസാനിപ്പിക്കുക നമുക്കറിയില്ല. അവസാനിക്കുന്നത് വരെ നമ്മുടെ എല്ലാം നമുക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഉപയോഗിക്കാൻ സാധിക്കണം. അതാണ് വേണ്ടത്.
അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം, നമ്മുടെ റമദാൻ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഓരോ അമൽ ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, സ്വീകരിച്ചോ ഇല്ലയോ. സഹാബത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജില. വല്ലാത്ത വാക്കാ. അവർക്ക് കിട്ടിയതൊക്കെ അവർ കൊടുക്കുക ഒക്കെ, എന്നിട്ടും വഖുലൂബുഹും വജില, അവരുടെ ഹൃദയം നടുങ്ങുകയാണ്, പേടിയിലാണ്. എന്താ കാര്യം? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ അവരുടെ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവരാണല്ലോ എന്ന പേടിയാണ്. നമുക്ക് അങ്ങനെ വല്ല പേടി ഉണ്ടായിണോ? അള്ളാഹുവിലേക്ക് പോകണമെന്ന പേടി നമുക്ക് എതിരെ ഉണ്ടായിക്കണോ? നിങ്ങൾ ആലോചിച്ചു. അങ്ങനത്തെ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു നടുക്കം. അതിൻ്റെ പേരിൽ വേറെ പലതിനും നമ്മൾ നടുങ്ങിയിട്ടില്ലേ? എത്ര വാർത്തകൾ വായിച്ച് നമ്മൾ നടുങ്ങി അല്ലേ? എത്ര സിനിമകൾ കണ്ട് നമ്മൾ നടുങ്ങി. ഇത് യാഥാർത്ഥ്യമല്ലേ? ഒറിജിനൽ ജീവിതമല്ലേ? എപ്പോഴെങ്കിലും നമ്മളൊന്ന് നടുങ്ങിയിട്ടുണ്ടോ? ഇതായിരുന്നു സഹാബത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞത്. വല്ലാത്ത ഒരു സംഗതിയാണ്. അല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളിൽ നിന്നേ അള്ളാഹു കബൂലാക്കുള്ളൂ. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം സഹോദരന്മാർ. അപ്പൊ നമുക്ക് തഖ്വ നിലനിർത്തിയെങ്കിലേ അല്ലാഹു തആല നമ്മളത് കബൂലാക്കുകയുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നോക്കൂ, എന്താണ് അള്ളാഹു കബൂലാക്കിയോ ഇല്ലയോ എന്നറിയാനുള്ള അടയാളങ്ങൾ. അത് നമ്മൾ പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഒന്നാമത്തെ അടയാളം അൽ ഹസനതു ബഅദൽ ഹസന എന്നാ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ഒരു നന്മക്ക് ശേഷം മറ്റൊരു നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മൾ റമദാൻ കഴിഞ്ഞു. റമദാൻ കഴിഞ്ഞിട്ട് എത്ര നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു? നമ്മളൊന്ന് എണ്ണി നോക്ക്, എത്ര എണ്ണം ചെയ്യാൻ കഴിച്ചു. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാർ, ശ്രദ്ധിക്കണം. അതിനുള്ളൊരു തൗഫീഖ് അള്ളാഹു തരുന്നുണ്ടോ ഇല്ലേ അറിയണം. ഇല്ലെങ്കിൽ ഭയങ്കര കഷ്ടം നമ്മുടെ കാര്യം. നന്മ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് കിട്ടണില്ല എങ്കിൽ കഷ്ടമാണ്. രണ്ടാമത്തെ കാര്യം സഹോദരന്മാരെ, നമുക്ക് ഇബാദത്തിനോട്, അതാണ് ഇൻഷിറാഹു സദ്രി ലിൽ ഇബാദ വശുഊറു ബില്ലദത്തി തആ, അത് പ്രധാനമാണ്. ഇബാദത്ത് ചെയ്യാൻ നമുക്കൊരു ഹൃദയവിശാലത കിട്ടുന്നുണ്ടോ? അല്ല, ഇബാദത്തുകളോട് നമുക്ക് മടുപ്പാണോ? ശരിക്കും ശ്രദ്ധിച്ചോളി. അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതിൽ നമുക്ക് ആസ്വാദനമുണ്ടോ? ഒരാസ്വാദനം കിട്ടുന്നുണ്ടോ? ഈ ക്ലാസ്സിന് വന്നിരിക്കുമ്പോൾ, ഞാനിത് സംസാരിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ ഉണ്ടോ? ഒരു മുസ്ലിം അങ്ങനെ ഇരിക്കണം. ഒരു മുസ്ലിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന്റെ ഹസനത്തുകൾ അവനെ സന്തോഷിപ്പിക്കണം, അവന്റെ സയ്യിഅത്തുകൾ അവനെ ദുഃഖിപ്പിക്കണം. കിട്ടുന്നുണ്ടോ നമുക്ക്? ഹസനത്തുകൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ സന്തോഷിപ്പിക്കും, സയ്യിഅത്തുകൾ നമ്മളെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? സയ്യിഅത്തുകൾ പലപ്പോഴും നമ്മളെ അനുഭവിപ്പിച്ചില്ലേ അല്ലേ? കഴിഞ്ഞു പോയ ചില സയ്യിഅത്തുകളെ ആലോചിച്ച് നമ്മൾ ഇപ്പോഴും അതിന്റെ എൻജോയ്മെന്റിലല്ലേ? നമ്മൾ പേടിക്കണം, നമുക്ക് വരാൻ പാടില്ല സഹോദരന്മാരെ. മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഹോദരന്മാരെ, കഴിഞ്ഞു പോയ തിന്മകളിൽ നിന്ന് തൗബ ചെയ്യാൻ നമുക്ക് വെമ്പലുണ്ടോ? വെമ്പല് വരണം. ആരെങ്കിലും പറഞ്ഞിട്ടല്ല, ഏതെങ്കിലും ക്ലാസ് കേട്ടിട്ടല്ല. നമുക്ക് തോന്നണം, ഒരു തിന്മ വന്നാൽ ഉടനെ തൗബ ചെയ്യണം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം, അത് ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നാലാമതായി ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഭയമുണ്ടോ? എൻ്റെ അമല് അള്ളാഹു കബൂൽ ചെയ്യൂല എന്നുള്ള ഒരു ഭയം നമുക്കുണ്ടോ? എൻ്റെ അമല് അള്ളാഹു കബൂൽ ചെയ്യൂല എന്നൊരു ഭയം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം സഹോദരന്മാരെ, ശരിക്കും ശ്രദ്ധിക്കണം. ഏറ്റവും അവസാനമായി നമ്മൾ ചിന്തിക്കേണ്ടത് സഹോദരന്മാരെ, അള്ളാഹുവിനോ ദീനിനോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ, ആരെങ്കിലും, ഞാനല്ല, ഞാൻ ചെയ്യാൻ പാടില്ല, ഓക്കെ, ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് എന്താണ്ടാണ്? ഒരു കടുപ്പമുള്ള ഗീറത്ത്, ഒരു ദേഷ്യം അവനോടോ അല്ലെങ്കിൽ അതിനോടോ ഉണ്ടോ? നമ്മൾ പരിശോധിക്കണം. ഇതൊക്കെ നമ്മുടെ അമലുകൾ കബൂലാക്കിയോ എന്നതിനുള്ള അടയാളമാണ് സഹോദരന്മാരെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെന്താന്ന് വെച്ചാൽ, ഒരിക്കലും സഹോദരന്മാരെ ഞാൻ വലിയ ആളാണ് എന്ന് ആരും വിചാരിക്കരുത്. ഞാൻ ഇത്ര നിസ്കരിച്ചു, ഇത്ര സക്കാത്ത് കൊടുത്തു, ഇത്ര സദഖ കൊടുത്തു. നോ, എന്നെ ഞാൻ എന്ത് ചെയ്യണ്ട? പുകഴ്ത്തണ്ട. ഞാൻ ഒന്നുമല്ല എന്നാണ് എനിക്ക് തോന്നേണ്ടത്. ഞാൻ ഭയങ്കരാണ് എന്ന് തോന്നരുത്. ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്തു നോക്കണം. സ്വയം നമ്മൾ സ്വന്തം എടുത്തു നോക്കണം. ആ ബാലൻസ് ഷീറ്റിൽ നോക്കൂ, പച്ച
പച്ചമഷി കൊണ്ട് എഴുതാവുന്ന ഹസനാത്തുകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. കൂടുതൽ ചുവന്ന മഷി കൊണ്ട് എഴുതാവുന്ന സയ്യാത്തുകളായിരിക്കും. ബാലൻസ് ഷീറ്റ് എടുത്തു നോക്കണം. ഷെയ്ത്താൻ ഒരു പണി ചെയ്യും, എന്താ അറിയോ? ഷെയ്ത്താൻ നമ്മളെ വല്ലാതെ ഇങ്ങനെ മോഹിപ്പിക്കും. എടാ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, അത്ര നിസ്കരിച്ചില്ലേ, ഇത്ര നേരം നിന്നില്ലേ, അത്ര നോമ്പ് നോറ്റില്ലേ, ഇത്ര സദക്ക കൊടുത്തില്ലേ, ഇങ്ങനെ പറയും. ഇതെന്തിനാന്നറിയോ? ചെയ്യാൻ പാടില്ല. വലാ തംനുൻ തസ്തക്സിർ വലിറബ്ബിക ഫസ്ബിർ. റസൂലിനോട് പറഞ്ഞതാ, വലാ തംനുൻ തസ്തക്സിർ. നിനക്ക് പാടില്ല, അത് മന്ന് പാടില്ല. അത്ര ചെയ്തില്ലേ, ഇത്ര ചെയ്തില്ലേ. ഫലാ തുസക്കു അൻഫുസകും. നിങ്ങൾ നിങ്ങളെ തന്നെ തസ്കിയത്ത് നടത്തരുത്. നിങ്ങൾക്ക് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. നമ്മളോട് ഇങ്ങനെ ഇനി ഭയങ്കര ഉഷാറ്. നമ്മളിപ്പോൾ ആളുകൾ പഠിപ്പിക്കണത്, എല്ലാ മോട്ടിവേഷൻ സ്പീക്കേഴ്സും പഠിപ്പിക്കണ അതാ, ഞാൻ ഭയങ്കരാണ്. ഞാൻ ഒന്നുമല്ല കൂട്ടരെ, ഞാൻ വട്ടപൂജ്യമാണ്. അതിലേക്കാ വരേണ്ടത്. കാരണം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ, രഹസ്യ ജീവിതത്തിന്റെ ബാലൻസ് ഷീറ്റ് ഒരു കോപ്പി എടുത്താൽ നമുക്കറിയാം ഞാൻ ആരാന്നുള്ളത്. ഞാൻ ഒന്നുമല്ല, ഞാൻ വട്ടപൂജ്യമാണ്, ബിഗ് സീറോ ആണ് ഞാൻ. വലാ തംനുൻ തസ്തക്സിർ. നീ ചെയ്യേണ്ടത് വലി റബ്ബിക ഫസ്ബിർ. ഈ വലി റബ്ബിക ഫസ്ബിർ എന്നതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ ബാലൻസ് ഷീറ്റ് നമ്മളൊക്കെ എല്ലാവരും ഒന്ന് കോപ്പി എടുത്ത് നോക്കണം സഹോദരന്മാരെ. പാടില്ല. നമ്മൾ എപ്പോഴും സഹോദരന്മാരെ ആലോചിക്കണം. എന്താ പ്രശ്നം എന്നറിയോ? അല്ലാഹു തആല പറഞ്ഞില്ലേ, വബദാ ലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ. വബദാ ലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ. അവർ വിചാരിക്കാത്ത രീതിയിൽ, വിചാരിക്കാത്തിടത്തുനിന്നാണ് സംഗതികൾ വരിക, അല്ലാഹുവിൽ നിന്ന് വരിക. ഒഴിവാക്കുക, ശ്രദ്ധിക്കണം. നോക്കൂ, നിഫാഖ് വിചാരിക്കാത്ത രീതിയിൽ വരും, റിയാ വിചാരിക്കാത്ത രീതിയിൽ വരും, ഉജ്ബ് വരും. നിഫാഖ് പറഞ്ഞാൽ കാപ്പട്ടി എല്ലാവർക്കും അറിയാലോ, പറയണ്ട. റിയാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുക. സുംഅത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നല്ല കീർത്തി കിട്ടാൻ വേണ്ടി ചെയ്യുക. ഷുഹറത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രസിദ്ധി കിട്ടാൻ വേണ്ടി ചെയ്യുക. നമ്മളിങ്ങനെ ചെയ്തു പോകും. ഇതാണ് സത്യത്തിൽ നമ്മൾ ബേജാറാകേണ്ടത്. അതാണ് അള്ളാഹു പറഞ്ഞത്, വബദാ ലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ. സഹോദരന്മാരെ, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഇസ്ലാഹ് നടത്തുക, നമ്മളെ തന്നെ ആദ്യം ഇസ്ലാഹ് നടത്തുക. ഇസ്ലാഹുൻ നഫ്സ്. അള്ളാഹു പറഞ്ഞില്ലേ, വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിളുൽമിൻ. ഒരു ളുൽമ് ചെയ്തു എന്നതുകൊണ്ട് ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കൂല. അള്ളാഹു പറയാ. ഇപ്പൊ നമ്മൾ എന്താ കാണുന്നത്? പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു, എന്താ? വഅഹ്ലുഹാ മുസ്ലിഹൂൻ. ആളുകൾ എന്ത് ചെയ്യണം? ഇസ്ലാഹ് നടത്തണം. ഇസ്ലാഹ് എവിടെ നിന്ന് തുടങ്ങണം? ഞാൻ എൻ്റെ ജീവിതത്തിൽ തുടങ്ങണം. എൻ്റെ തെറ്റുകളെ ഞാൻ തിരുത്തണം, നന്നാക്കണം. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. എൻ്റെ കുടുംബത്തിലെ തെറ്റുകളെ ഞാൻ തിരുത്തണം, എൻ്റെ സമൂഹത്തിലെ തെറ്റുകളെ ഞാൻ തിരുത്തണം. ഇത് തിരുത്താത്ത കാലത്തോളം അള്ളാഹ് നശിപ്പിക്കും. അള്ളാഹുവിന്റെ വാക്കാ, വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിളുൽമിൻ. അള്ളാഹു ഒരിക്കലും ഒരു ളുൽമ് കാരണമായി ഒരു നാടിനെ നശിപ്പിക്കുകയേ ഇല്ല. എപ്പോൾ? മുസ്ലിഹൂൻ. സുബ്ഹാനല്ലാഹ്. ആ ഇസ്ലാഹ് ഉണ്ടാകണം. ആ ഇസ്ലാഹാണ് റമളാനിലുടനീളം നമ്മൾ ചെയ്തത് സഹോദരന്മാർ. നമുക്ക് നിലനിർത്താൻ കഴിയണം. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ പരിശോധിച്ച് നോക്കണം സഹോദരന്മാരെ. നമ്മുടെ ജീവിതം നമ്മളൊക്കെ പരിശോധിച്ച് നോക്കുക, ഓരോരുത്തരും. അതിനുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ റമളാനിന് ശേഷമുള്ള ആദ്യത്തെ നമ്മളെ ഒരുമിച്ച് കൂടൽ. അതിനുള്ളതാണ്. ആ ഒരുമിച്ച് കൂടലിൽ നമ്മളെ പരിശോധിക്കുക, നമ്മൾ ആരാണ് എന്ന്, നമ്മൾ എവിടെ എത്തി എന്ന് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് നമ്മളൊരു മാറ്റം വരുത്താൻ വേണ്ടി എല്ലായ്പ്പോഴും ആഗ്രഹിക്കുക, ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ തീർച്ചയായും അല്ലാഹു തആല നമുക്ക് എത്തിച്ചു തരും, ഒരു സംശയമില്ല. നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നും നമ്മളിങ്ങനെ നോക്കുക. നമ്മൾ റമളാനിൽ ചെയ്ത അത്ര ചെയ്യണ്ട, അത് കഴിയൂല. അത്ര ചെയ്യണ്ട. പക്ഷേ ഐറ്റം ഒഴിവാക്കരുത്. രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അത്ര ക്വാണ്ടിറ്റി വേണ്ട, അത്ര ക്വാളിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ആ ഐറ്റം ഒഴിവാക്കരുത്. അപ്പോഴേ നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. ആ ഐറ്റം ഒഴിവാക്കരുത്. ഖുർആൻ ഒഴിവാക്കരുത്, ഖിയാമുൽ ലൈൽ ഒഴിവാക്കരുത്, സൗമ ഒഴിവാക്കരുത്, സദഖ ഒഴിവാക്കരുത്, ഇസ്തിഗ്ഫാർ ഒഴിവാക്കരുത്, തൗബ ഒഴിവാക്കരുത്, ഇഹ്സാൻ ഒഴിവാക്കരുത്, മറ്റുള്ളവരോടുള്ള വിരോധമില്ലാതിരിക്കൽ, ഇതൊന്നും ഇനി നമ്മൾ ഒഴിവാക്കരുത്. നമ്മൾ നല്ല സംശുദ്ധരാകണം. അല്ലാഹു തആല പറഞ്ഞില്ലേ, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ. സ്വർഗത്തിൻ്റെയും ഈ
ഹിസാബ് കഴിഞ്ഞിട്ടേ സിറാത്തും കഴിഞ്ഞിട്ട് സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് ഒരു കന്തറനെ പറയുന്നുണ്ട്. കന്തറ എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് എന്നാ. ആ ബ്രിഡ്ജിമെന്നാണ് സ്വർഗത്തേക്ക് പോവുക. പോണെങ്കിൽ എന്ത് വേണം നിങ്ങള്? പോണെങ്കിൽ ഗില്ല് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എല്ലാവരെയും ഉള്ളില്, അത് ഇല്ലാതാകണം. ഗില്ല് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ചെറിയ ദേഷ്യവും പകയൊക്കെ. അള്ളാഹ് കടത്തൂല. സ്വർഗത്തിന്റെ ഉള്ളിലുള്ള ഒരാളോട് നമുക്ക് പക ഉണ്ടെങ്കിൽ, ദേഷ്യം ഉണ്ടെങ്കിൽ അള്ളാഹ് കടത്തൂല. വെറുതെ ആവശ്യമില്ലാതെ കൊണ്ടു കിടക്കണ്ട. അള്ളാഹ് കടത്തൂല. അള്ളാഹു അവിടുന്ന് ചെയ്യാ. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, കരുണ കൊണ്ട് അള്ളാഹു ചെയ്യാ. വനസഅനാ, നാം ഊരിയെടുക്കും, മാഫി സുദൂരിഹിം മിൻ ഗില്ലിൻ, അവരുടെ ഹൃദയത്തിലുള്ള ഗില്ലുകളെ നാം ഊരിയെടുക്കും. എന്നിട്ട് അങ്ങോട്ട് വിടുക, സ്വർഗത്തേക്ക് വിടുള്ളൂ. അപ്പൊ അവിടെ നിൽക്കാതെ പോണെങ്കിൽ ഇവിടുന്ന് തന്നെ ഗില്ലൊക്കെ എന്താക്കണം? കളയണം. എന്തിനാ ആവശ്യമില്ലാതെ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര മനുഷ്യന്മാരാ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ. ഭയങ്കര പകയും വിദ്വേഷവും ദേഷ്യമൊക്കെ. ഇയാളെ കണ്ണടഞ്ഞാൽ കാണുമോല് ചെന്ന് നിൽക്കണം മയ്യത്തിന്റെ അടുത്ത്. ഓ, കണ്ടാ വിചാരിക്കും മയ്യത്തിന്റെ സ്വന്തം ആളാന്ന്. അതിന്റെ അടുത്തുണ്ടാവും, ഇങ്ങനെ പൊന്തിച്ചു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും ഒക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എനിക്കൊരു ഭയങ്കര രസമുള്ള അനുഭവം ഉണ്ട്, ഞാനവൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതുപോലെ റമദാനിൽ കുറച്ച് മുമ്പാ ഒരു സുലഹിന് പോയി. എനിക്കൊണ്ട് അവസാനത്തെ 10 തന്നെയാണ് തോന്നി. ഒരു മനുഷ്യനെ പറ്റി ആൾക്കാർ ഭയങ്കര തോന്നിയ സേന പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് അയാളെങ്ങനെ ഒറ്റപ്പെടുത്തി ഇങ്ങനെ നിൽക്കുക. അയാൾ എന്നോട് പല ഇപ്പം എന്ന് പറയണേ, ഒന്നുങ്ങള് ഞാൻ ഈ പ്രചരിപ്പിക്കുന്ന നേതാവിനെ കണ്ടുപിടിച്ചു, അയാളോട് പറഞ്ഞ് ചെയ്യരുത്, ഭയങ്കര മോശമാണ്, ചെയ്യാൻ പാടില്ല. അങ്ങനെ രാവിലെ നോക്കൂ, ഫജ്ർ വരെ സംസാരിച്ച് ഇയാൾ ഒരനക്കനങ്ങില്ല. വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഞാൻ പറഞ്ഞ അയാളോട്, ഇതൊരു സംഗതി ആയിരിക്കട്ടെ, റമദാൻ മാസത്തില, ഇതെന്താ വെച്ചാൽ ഇത് നിങ്ങൾ കാണേണ്ടി വരും. വെറുതെ പറഞ്ഞതാ. അത്രയും പ്രയാസം തോന്നി. ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, രണ്ടാളും. നിങ്ങൾക്കറിയാം എന്താ സംഭവിച്ചത്? പിറ്റേ ദിവസം ഒരു ലഹറാകുമ്പം ആ മനുഷ്യണ്ടല്ലോ, അയാളൊരു വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പം വീണ് മരിച്ചുപോയി. അന്ന് അസറായപ്പോഴേക്ക് അയാളുടെ വീട്ടിൽ അയാളെ മയ്യത്തെടുത്ത് വെച്ചിട്ട് ആ മയ്യത്തിന് മുമ്പിലേക്ക് ഈ മനുഷ്യൻ വന്നിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഈ മയ്യത്ത് കാണാൻ വരരുത്, നിങ്ങൾക്ക് ഇത് കാണാനുള്ള അവകാശമല്ല. ആ മനുഷ്യന്റെ മുഖം, അയാൾക്ക് ഇവർ രണ്ടാളൊന്ന് എന്താ അള്ളാഹു താല തോന്നിപ്പിച്ചായിരിക്കും ആ സാധുവിന് നന്നാകണം എന്നുള്ളത്. ഒന്നാ മുഖം കണ്ടൊന്ന് നന്നാകാനുള്ള ആഗ്രഹം കൊണ്ട പൂതി കൊണ്ട് അങ്ങടുത്ത് വന്നത്. നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു, ഒരു ഹക്കടപാടുമല്ല. ആ മനുഷ്യനെ കുറിച്ചുള്ള ധാർമ്മികമായ ഒരു തോന്നിയാസം പറഞ്ഞ് പ്രചരിപ്പിച്ചതാ. അതാ നിങ്ങൾ ആലോചിച്ചു, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാനോട് പറഞ്ഞു ചെയ്യാൻ പാടില്ല. ആൾക്കാരുടെ ചോദിച്ചു എന്താ? ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം. ഇന്നലെ രാത്രി മുഴുവൻ അതിന് മെനക്കെട്ടതാ. ഒന്നും നന്നാകാൻ അയാൾ റെഡിയായില്ല. ഇപ്പൊ ഈ മരിച്ചു കിടക്കുമ്പോ ഇത് പൊന്തിച്ചു നോക്കാൻ ഇവര് വരണോ? എന്താ ഈ മരിച്ചു കിടക്കുമ്പോ പൊന്തിച്ചു നോക്കിയിട്ട് എന്താ കാര്യം? എന്തേ കാര്യമുണ്ടോ? ഇതൊന്നും നമ്മൾ നിൽക്കരുത് സഹോദരന്മാരെ. ആരുടെങ്കിലൊക്കെ ഇനി വല്ലതും ബാക്കിയുണ്ടെങ്കിലൊക്കെ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി നമുക്ക് നോക്കൂ. അല സുറുറിൻ മുതഖാബിലീൻ, അങ്ങനല്ലേ സ്വർഗത്തിൽ കൂടുണ്ട്. സുറുറിൻ മുതഖാബിലീൻ, അങ്ങനല്ലേ? പരസ്പരം സ്നേഹത്തോടെ കണ്ടുമുട്ടാൻ കഴിയണം. അതാണ് നമ്മുടെ വിജയം എന്ന് പറഞ്ഞാൽ. അതാണ്. ഒരു വേദന വന്ന പോയില്ല കൂട്ടരെ, വന്നില്ലേ? ഒരു വൈറസ് ബ്ലഡിൽ വന്നാൽ കഴിഞ്ഞില്ലേ അല്ലേ? ഒരു ഇപ്പോഴുള്ള ശരീരത്തിന്റെ സെല്ലുകളിൽ ഒരു സെല്ല് കൂടിയാൽ കഴിഞ്ഞില്ലേ? അതിനല്ലേ നിങ്ങൾ ക്യാൻസർ എന്ന് പറഞ്ഞത്? കഴിഞ്ഞില്ലേ? മനുഷ്യന് പിടിച്ചാൽ കിട്ടുമോ? കിട്ടൂല. അപ്പൊ ഇതൊക്കെ അവസാനിപ്പിക്കാം. റമദാൻ മാസം കഴിഞ്ഞു. നമ്മൾ ഇനിയെങ്കിലും ഒന്ന് ഇതൊക്കെ മാറ്റി റമദാനിലുണ്ടാക്കിയ ആ ഒരു നല്ല അവസ്ഥ നിലനിർത്താൻ എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതെല്ലാവരും പരസ്പരം ഉപദേശിക്കട്ടെ. എല്ലാവരോടും ഞാനൊരു ക്ലാസ്സിലൊന്നും പറയേണ്ട കാര്യമല്ല, പക്ഷെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം. ആർക്കും ആരോടും വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ നല്ല ഹൃദയത്തിൻ്റെ ഉടമകളായി ജീവിക്കാൻ ശ്രമിക്കുക എല്ലാവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ഇരിക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾക്കറിയോ? പോകാൻ പറയും. ഇവിടെ റഹ്മത്ത് ഇറങ്ങൂല, അതുകൊണ്ട് പോയി എന്നാ പറയാം. ആട്ടി പറഞ്ഞയക്കുമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആൾക്കാർ എഴുന്നേറ്റ് പോകും റസൂൽ പറയുമ്പോൾ. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് വരും. റസൂലിനോട് പറയും, ഇതാ നമ്മൾ ശരിയായി.
ഇതിലൊക്കെ എത്തണം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ربنا تقبل منا صلاتنا وصيامنا ودعاءنا وقيامنا يا رب العالمين. اللهم أعد علينا شهر رمضان أعواما عديدة بالصحة والعافية يا رب العالمين. اللهم تقبل منا أعمالنا في رمضان يا رب العالمين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم فاطر السماوات والأرض أنت ولينا في الدنيا والآخرة توفنا مسلمين والحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.